ഷഫീദ്, ആ ഉത്തരവിന്റെ പകർപ്പ് കൂടി വരുന്നുണ്ട്. ഈ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുള്ള ഗവർണറുടെ ഉത്തരവിന്റെ പകർപ്പ് കൂടി വരുന്നുണ്ട്. അതിൽ ഈ വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ വ്യക്തമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് VC റിപ്പോർട്ട് നൽകി. അത് പരിശോധിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് എന്നത് വ്യക്തമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുകൂടി ഗവർണറുടെ ആ ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഷഫീദ്, ഉത്തരവിന്റെ ആദ്യം തന്നെ പറയുന്ന അല്ലെങ്കിൽ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ ഇൻഡിഫറന്റ്, നെഗ്ലിജന്റ് ആൻഡ് കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വൈസ് ചാൻസലർ ടുവേർഡ്സ് ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എസ്പെഷ്യലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഈസ് റിവീൽഡ് ഫ്രം ഹിസ് റിപ്പോർട്ടഡ് ഡേറ്റഡ് 28/28/2024. അതായത് ഇക്കാര്യത്തിൽ VC ഭാഗത്ത് നിന്ന്, വെറ്ററിനറി സർവകലാശാല VC ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കടമയും ഉത്തരവാദിത്വം അടക്കമുള്ള കാര്യങ്ങൾ മറന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ 19-ാം തീയതി നടക്കുന്നു. അതിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. റാഗിംഗ് നടന്നുവെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടും ഏതെങ്കിലും തരത്തിൽ വൈസ് ചാൻസലർ ഇടപെട്ടിട്ടില്ല. അതിൽ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ വൈസ് ചാൻസലർ ഈ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അതായത് ഈ സംഭവം നടക്കുന്നു, ഒരു കോളേജിൽ ആ സംഭവം നടക്കുന്നു, സർവകലാശാലയുടെ പരമാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അക്കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. കൂടാതെ അദ്ദേഹം തന്റെ കടമ മറന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വേണ്ട വിധത്തിലുള്ള ശ്രദ്ധയിൽ ആ വിഷയത്തെ പരിഗണിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഉത്തരവിൽ. മാത്രവുമല്ല, ഈ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ആ നടപടിക്ക് വിധേയനാകുന്നു എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ഓർഡറിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ സംഭവം നടക്കുന്നു, കോളേജിൽ ഒരു റാഗിംഗ് പരാതി നടക്കുന്നു. അതിൽ ഒരു സർവകലാശാല VC എന്ന നിലയിൽ ആ കോളേജിൽ ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം അറിയാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനോ അദ്ദേഹം തയ്യാറായില്ല. ഈ വെറ്ററിനറി VC തയ്യാറായില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായിട്ടുള്ള വീഴ്ച പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ചാൻസലർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും ഗവർണർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ ആവർത്തിച്ച് ഗവർണർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. SFI PFI കൂട്ടുകെട്ടെന്നുള്ള വാദം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ഹോസ്റ്റൽ ആ വിദ്യാർത്ഥി സംഘടന അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റുന്നുവെന്ന് ആരോപിക്കുന്നു ഗവർണർ. അതോടൊപ്പം തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ ഉയർത്തുന്ന ഈ SFI PFI കൂട്ടുകെട്ടെന്നുള്ള വാദം ഇവിടെയും ആവർത്തിക്കുന്നു കാണുന്നു. അതായത് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ഉറച്ച സന്ദേശം കൂടിയല്ലേ ഗവർണറിലൂടെ നൽകുന്നത്? ഷഫീദ്, ഒരു സംശയം വേണ്ട ഉന്മേഷ്, അക്കാര്യത്തിൽ ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാം. ഇന്നും ഗവർണർ നേരത്തെ ഉന്നയിച്ച ആരോപണം ആവർത്തിച്ചു. അതായത് ആ ക്യാമ്പസിൽ SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടുണ്ട്, അക്കാര്യത്തിൽ ചില പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് അത് തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ആ സാഹചര്യം ഗൗരവമായി പരിശോധിക്കണമെന്നുള്ള ആവശ്യം അത് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ സന്ദേശമായി കൂടി മാറുന്നുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടിയിൽ അതൊരു ജനകീയ വിഷമമുണ്ടാക്കി, അതല്ലെങ്കിൽ സാധാരണക്കാരെ അടക്കം ഒരു വിഷമത്തിലാഴ്ത്തിയ, അല്ലെങ്കിൽ കേരളത്തെ ഒന്നാകെ വിഷമത്തിലാഴ്ത്തിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ചാൻസലർ എന്ന രീതിയിൽ തന്റെ പദവി താൻ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ചാൻസലർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്, സർവകലാശാല അധികാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ സർവകലാശാലയുടെ കീഴിലെ ക്യാമ്പസുകളുടെ അധികാരി എന്ന നിലയിൽ വെറ്ററിനറി സർവകലാശാല VC ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാൻസലർ എന്ന നിലയിൽ താൻ തന്റെ അധികാരം ഉപയോഗിക്കുന്നു, തന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പോൾ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സന്ദേശവും വ്യക്തമാകുന്നുണ്ട്. മൂന്നാമത്തെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുമ്പോൾ ചാൻസലർ പദവി തന്നെ എടുത്തു മാറ്റാൻ നിയമസഭ ഒരു ബില്ല് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ നിയമസഭയുടെ ആ ബില്ല് അത് രാഷ്ട്രപതിയുടെ മുൻപിലേക്ക് എത്തി തിരിച്ചു വരുന്നു. സ്വാഭാവികമായും അക്കാര്യത്തിൽ വിജയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയവുമായി അത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊരു നീക്കത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായി മുന്നോട്ടും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇനി അങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് VC സെർച്ച് കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ രാജ്ഭവൻ ഇതിനോടകം
നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തരമായ നീക്കത്തിലേക്ക് കടക്കുന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ വെറ്റിനറി സർവകലാശാല VC കൂടി സസ്പെൻഡ് ചെയ്യുന്ന അദ്ദേഹത്തിന് നടപടി എടുക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പലതരത്തിലുള്ള മെസ്സേജുകൾ അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വളരെ ഗുരുതരമായ ഒരു പൊളിറ്റിക്കൽ ആരോപണം അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിക്കുന്നു. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചു. അത് SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണ്, അതിൽ റിപ്പോർട്ട് ലഭിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ഗൗരവമായി പരിഗണിക്കണം. അതിനും അപ്പുറത്തേക്ക് സർവകലാശാല അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെറ്റിനറി സർവകലാശാല VCയെ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം, അതിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അദ്ദേഹം ഒരു മെസ്സേജ് കൂടി അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇത് റാഗിംഗ് ആയി മാത്രം കാണാൻ കഴിയില്ല, ഇത് കൊലപാതകമാണ്, അതൊരു മർഡർ ആണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇത്തരത്തിൽ ഒരു നീചമായ കുറ്റകൃത്യം അവിടെ ഉണ്ടാകുമ്പോൾ അത് അധികൃതർ അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നതാണ്. ആ നിലയ്ക്ക് എന്തുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നതാണ്. സ്വാഭാവികമായും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണമല്ലോ ഗവർണറുടെ നടപടിയെ കാണാൻ. ഷഫീദ്, ഉന്മേഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് ഈ സംഭവം നടന്ന സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും വെറ്റിനറി സർവകലാശാല VC ഇന്നലെയാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെയും നാടകീയ സ്വഭാവം നമ്മൾ കണ്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ വെറ്റിനറി സർവകലാശാല VCയുടെ വാഹനത്തിൽ പോകാതെ മറ്റൊരു വാഹനത്തിൽ കയറുന്നു. അദ്ദേഹം സിദ്ധാർത്ഥിന്റെ വീടിന് കുറച്ച് മുൻപെത്തി അവിടെ കാത്തു നിൽക്കുന്നു. ആളുകളുടെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഭയന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്കടക്കം അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം കോളേജ് ഡീനെതിരെയും അതേപോലെ തന്നെ സർവകലാശാല VCക്കെതിരെയും ഉണ്ട്. കാര്യങ്ങൾ കോളേജ് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. സർവകലാശാല SFIയെ സഹായിക്കുന്ന അല്ലെങ്കിൽ SFIക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകുന്ന ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ഇത് ഗുരുതരമായ ആരോപണമായി സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിലയിരുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കൂടിയാണ് അദ്ദേഹം പലതരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് വെറ്റിനറി സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്യുകയും അതേപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ അത് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അത് തേടുകയും ചെയ്യുന്നത്. അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയമായി സർക്കാരിനെതിരെ നിൽക്കുന്ന വൈസ് ചാൻസലർ SFI എന്ന് പറയപ്പെടുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു യുവജന സംഘടന അത് പ്രതിക്കൂട്ടിലാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനപ്പുറത്തേക്ക് തനിക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർ അല്ലെങ്കിൽ സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള തന്റെ അധികാരം അത് താൻ പ്രയോഗിക്കുന്നു എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോര് നടന്ന പോര് രാഷ്ട്രപതി ഭവനിലേക്കടക്കം എത്തിയൊരു സാഹചര്യത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം ഉറപ്പ്. എല്ലാത്തിനും അപ്പുറത്തേക്ക് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അത് ഗൗരവമായി ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ കാണുന്നു. അതുകൊണ്ട് അടിയന്തര നടപടിയിലേക്ക് കടക്കുന്നു. അടിയന്തര അന്വേഷണം, വിശദമായ അന്വേഷണം അദ്ദേഹം പോലീസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ, സർവകലാശാലകളെ ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. SFIയെ പൂർണ്ണമായും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് റാഗിംഗ് അല്ല, കൊലപാതകമാണെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള സന്ദേശം ഈ അപ്രതീക്ഷിതമായ ഗവർണറുടെ നീക്കത്തിൽ നിന്ന്, ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണറുടെ നീക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ആ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വെറ്റിനറി സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇനി ഉയരുന്ന ചോദ്യം, ചാൻസലർ എന്ന അധികാര പദവി വെച്ചുകൊണ്ട് കോളേജ് ഡീനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിനോ നടപടിക്കോ ഗവർണർ മുതിരുമോ? ഡീനെ കൂടി പ്രതിപട്ടികയിൽ ചേർക്കണമെന്നുള്ള ആവശ്യം മാതാപിതാക്കൾ ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. അതിനോടുള്ള ചാൻസലറുടെ സമീപനം എങ്ങനെയാകും എന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗവർണർ ബോംബെയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ നിന്നടക്കം രാജ്ഭവന് നിർദ്ദേശം നൽകിക്കൊണ്ട് രാജ്ഭവന്റെ ഭാഗത്ത് മറ്റു ചില നിർണായക നീക്കങ്ങളിലേക്ക് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നേക്കാം. ഉന്മേഷ്.